അരമണിക്കിലുക്കത്തിലും ചിലമ്പൊലിയിലും ദേശങ്ങളെ കോർത്തിണക്കിയാണ് കൊടുങ്ങല്ലൂരിൽ അശ്വതിയും ഭരണിയും പൂക്കുന്നത്. ചെമ്പട്ടുടുത്ത് പള്ളിവാൽ കുലുക്കി ആഘോഷം 1 മാസം മുമ്പേ ദേശാടനം ആരംഭിക്കും. പല ഗ്രാമങ്ങൾ, പല സമൂഹങ്ങൾ ഭരണിയിലെ കണ്ണികളായിത്തീരും. കുംഭത്തിലെ ഭരണി തൊട്ടു തുടങ്ങുന്ന ആഘോഷത്തിൻ്റെ ദേശാടനം മീനഭരണിയാകുമ്പോഴേക്കും ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലേക്ക് പടർന്നു കയറിയിട്ടുണ്ടാകും. ആഘോഷം പടർന്ന ദേശങ്ങളിലുള്ളവരെല്ലാം കൊടുങ്ങല്ലൂരിലേക്ക് ഒഴുകുമ്പോൾ അതൊരു മഹാസാഗരമായി മാറുന്നു. ഓരോ വീടുകളെയും കണ്ണി ചേർത്തുകൊണ്ടാണ് രൗദ്രഭക്തിയുടെ ഈ ആഘോഷത്തിന് തുടക്കമിടുന്നത്. ഗ്രാമങ്ങളിലെ തറകളിൽ നിന്നും കാളി ആരാധനാ കേന്ദ്രങ്ങളിൽ നിന്നും തുള്ളിപ്പുറപ്പെടുന്ന കോമരം നാട്ടുവഴികളിൽ ഭരണിയുടെ കിലുക്കം വിതറും. വീടുവീടാന്തരം കയറിയിറങ്ങി വിത്തും മഞ്ഞളും കയ്യേറ്റ് അനുഗ്രഹം ചൊരിഞ്ഞ് ആളുകളെ ഭരണിയിലേക്ക് ആനയിക്കും. ഭരണിയെത്തും മുമ്പേ ഇത്തരം തറകളിലുണ്ടാകും കൂട്ടായ്മയുടെ ആഘോഷങ്ങൾ. ഇങ്ങനെ ലക്ഷക്കണക്കിന് വീടുകളിലൂടെ, ആയിരക്കണക്കിന് തറകളിലൂടെ ഒഴുകിയാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്ന കടൽ രൂപപ്പെടുന്നത്. പല ദേശക്കാർ, പല സമുദായക്കാർ എല്ലാം ഇഴചേർന്നാണ് ഭരണിയുടെ ആചാരങ്ങൾ. അതുകൊണ്ടുതന്നെ മറ്റെല്ലാ ഉത്സവങ്ങളെക്കാളും വളരെ വിപുലമായ ഒരു ദേശം ഭരണിക്ക് സ്വന്തമായുണ്ട്. സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ കിടന്നിരുന്നവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടിയാണ് ഭരണി. എല്ലാ ഉച്ചനീചിത്വങ്ങളെയും വലിച്ചെറിഞ്ഞ് ഓരോരുത്തരും ദേവിയായി മാറുന്ന അപൂർവ അവസരം. ഭരണിയുടെ ദേശങ്ങൾ വിപുലമാണ്. കാസർഗോഡ് നിന്നുള്ളവരെ ഇതിൽ കണ്ണി ചേർക്കപ്പെട്ടിരിക്കുന്നു. മംഗലാപുരത്തു നിന്നും ഇവിടേക്ക് സംഘങ്ങൾ എത്തുന്നുണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് എന്നിവിടങ്ങളിൽ നിന്നാണ് ഒഴുക്കുകൂടുക. കോട്ടയം, ഇടുക്കി ഭാഗങ്ങളിൽ നിന്നും സംഘങ്ങൾ എത്താറുണ്ട്. കമ്പം, തേനി, വാൽപ്പാറ തുടങ്ങിയ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഇവിടേക്ക് സ്ഥിരമായി സംഘങ്ങളെത്തുന്നു. പ്രകൃതിയുമായും കൃഷിയുമായും തൊട്ടടുത്തു നിൽക്കുന്ന ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി. കാടിനെ ഓർമ്മിപ്പിക്കുന്ന കാവുകളിൽ നിന്നാണ് ആഘോഷങ്ങൾ പുറപ്പെടുന്നത്. കൂടാതെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് പലതരം വിത്തുകളാണ്. പ്രധാനമായും നെല്ലാണ് വരുന്നതെങ്കിലും വയനാടൻ ഭാഗങ്ങളിലും മറ്റും കോമരങ്ങൾ തുള്ളി ശേഖരിക്കുന്നതിൽ 18 ഇനം വിത്തുകളാണുള്ളത്. നെല്ലിനു പുറമെ പലതരം പയറുകളും മറ്റും ഇതിൽ വരും. വസൂരിയെ പ്രതിരോധിക്കാനാണ് ഈ വിത്ത് സമർപ്പണം എന്നാണ് വിശ്വാസം. മഞ്ഞൾ, കുരുമുളക്, ഉപ്പ് എന്നിവയും സമർപ്പിക്കും. അവകാശികൾ പല ദേശങ്ങളിൽ നിന്ന് കാവുതീണ്ടൽ അവസാനിപ്പിക്കുമ്പോൾ ക്ഷേത്രത്തിനു ചുറ്റും വിളക്കു തെളിയിക്കുന്ന ശുദ്ര വസ്ത്രധാരികളെ കാണാം. കാസർഗോഡ് നിന്നുള്ള സംഘമാണിത്. ഇവരുടെ അവകാശമാണ് ഈ വിളക്കു തെളിയിക്കൽ. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള കൽവിളക്കുകളിലും ദീപസ്തംഭങ്ങളിലുമെല്ലാം ഇവർ തിരി തെളിയിക്കും. ഇത്തരത്തിൽ കൊടുങ്ങല്ലൂർ ഭരണിക്ക് ദൂരദേശങ്ങളിൽ നിന്ന് അവകാശികൾ എത്തുന്നു. ആദ്യ കോഴിയെ സമർപ്പിക്കുന്നത് വടകരയിലെ തച്ചോളി കുടുംബക്കാരാണ്. വയനാട്ടിൽ നിന്ന് കുറിച്യർ, കുറുമർ, നായ്കർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള സംഘവും ഭരണിക്കെത്തും. പ്രത്യേകതരം പാട്ടോടുകൂടിയാണ് ഇവരുടെ ദേവീ ആരാധന. കോഴിക്കോട് നിന്നുൾപ്പെടെ അറൈ വിഭാഗത്തിൽപ്പെടുന്നവരുടെ സംഘങ്ങളും ഭരണിക്കെത്തും. ഭരണി ദിവസം രാവിലെ താലം ചൊരിയൽ എന്ന ചടങ്ങും ഇവർ നടത്താറുണ്ട്. സ്ത്രീകൾ താലമായി നിൽക്കുകയും പുരുഷന്മാർ വഴിപാട് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് ചടങ്ങ്. പട്ടാര്യ സമുദായത്തിൽപ്പെടുന്നവർ
കാവു തീണ്ടലിനു ശേഷം വെന്നിക്കൊടി നാട്ടുന്ന ചടങ്ങുമുണ്ട്. ഭരണി ദിവസം കുശ്മാണ്ഡ പൂജയും ഇവർ നടത്തും. പാലയ്ക്കാവേലനാണ് ആദ്യം കാവു തീണ്ടുക. അശ്വതി പൂജയ്ക്ക് ശേഷം നിലപാടുതറയിൽ വെച്ച് കൊടുങ്ങല്ലൂർ കോവിലകത്തെ തമ്പുരാന് പാലയ്ക്കാവേലൻ ഇളനീർ നൽകുന്നു. തമ്പുരാൻ കാവു തീണ്ടലിന് അനുമതി നൽകുന്നതോടെ പാലയ്ക്കാവേലൻ്റെ നേതൃത്വത്തിൽ കാവു തീണ്ടുകയാണ് ചെയ്യുന്നത്. വസൂരിമാലയ്ക്ക് മഞ്ഞൾപ്പൊടി ആടാനുള്ള അവകാശം പ്ലാപ്പിള്ളി, തേറോടം എന്നീ കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ്. ക്ഷേത്രപാലകൻ്റെ നടയിൽ ഉടയ്ക്കുന്ന നാളികേരത്തിൻ്റെ അവകാശം കുടുംബി സമുദായത്തിനാണ്. ഇങ്ങനെ അവകാശങ്ങളും ദേശങ്ങൾ പോലെ പടർന്ന് പന്തലിച്ചു കിടക്കുകയാണ്. ആതിഥേയരായി കൊടുങ്ങല്ലൂർ. ഉത്രട്ടാതി മുതൽ നാനാദേശങ്ങളിൽ നിന്നെത്തുന്ന കോമരക്കൂട്ടങ്ങളെ കൊടുങ്ങല്ലൂർ സ്വീകരിക്കും. മുമ്പെല്ലാം സമീപത്തെ വീടുകളിലാണ് ഇത്തരക്കാർ അത്താണിയായിരുന്നത്. ഇതൊരു അനുഗ്രഹമായാണ് ഇവർ കരുതിയിരുന്നത്. ഇത്തരം വീടുകളിലും ദേവീ സ്തുതിയോടു കൂടിയുള്ള പ്രാർത്ഥനയും ആഘോഷങ്ങളും അരങ്ങേറും. ഗതാഗത സൗകര്യങ്ങളും മറ്റു സൗകര്യങ്ങളും വർദ്ധിച്ചതോടെ പ്രത്യേക ബസ്സുകളിൽ വരുന്നവരുടെ ലോഡ്ജുകളിൽ താമസിക്കുന്നവരുടെയും എണ്ണം കൂടി. അവകാശത്തറകൾ. ഓരോ വിഭാഗത്തിനും അവകാശപ്പെട്ട തറകളും ഇവിടെയുണ്ട്. ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ സ്വന്തം തറകളിലാണ് ഓരോ വിഭാഗവും ഇരിക്കുക. വാളും ചിലമ്പും സൂക്ഷിക്കലും പ്രാർത്ഥനയും എല്ലാം ഇവിടെ നടക്കും. അവകാശപ്പെട്ട തറകളിലല്ലാതെ ഇവർ ഇരിക്കില്ല. മറ്റുള്ളവരെ സ്വന്തം തറയിൽ ഇരിക്കാൻ അനുവദിക്കുകയുമില്ല. പെൺകോമരങ്ങൾ. ചെമ്പട്ടുടുത്ത് വാളുകുലുക്കി അരമണി കുലുക്കി രൗദ്രത തുളുമ്പുന്ന മുഖവുമായി ഉറഞ്ഞു തുള്ളുന്ന പെൺകോമരങ്ങൾ കൊടുങ്ങല്ലൂരിലെ മാത്രം കാഴ്ചയാണ്. ദേവിയുടെ പ്രതിനിധിയായിട്ടാണ് കോമരങ്ങളെ കണക്കാക്കുന്നതെങ്കിലും മറ്റെവിടെയും സ്ത്രീകൾ കോമരമാകാറില്ല. വ്രതമെടുത്ത് ദേഹത്തിലേക്ക് ദേവിയെ ആവാഹിച്ചെത്തുന്ന ഈ സ്ത്രീകളും ഇവിടെ ഉറഞ്ഞു തുള്ളും. ഇവർ കൽപ്പന നൽകുകയും ചെയ്യും. വെട്ടിത്തെളിഞ്ഞവർക്കാണ് വാളും ചിലമ്പുമേന്താനുള്ള അധികാരമുള്ളൂ. പ്ലാപ്പിള്ളി, തേറോടം തുടങ്ങിയ വീടുകളിലെ പുരുഷന്മാർക്കാണ് കന്നി വെളിച്ചപ്പാടാകുവാൻ വാളും ചിലമ്പും നൽകാനുള്ള അധികാരം. കോമരമാകാൻ പുതുതായി എത്തുന്നവർക്ക് തീർത്ഥം നൽകും. ചുറ്റുമുള്ളവർ ദേവീസ്തുതികൾ പാടും. വാദ്യങ്ങളുണ്ടാകും. ഇതൊരു ലഹരിയായി ഉള്ളിൽ കയറുമ്പോൾ വാളും ചിലമ്പും നൽകും. തലയിൽ വെട്ടിച്ചോര വന്നാൽ വെട്ടിത്തെളിഞ്ഞു. തുള്ളൽ അവസാനിക്കുമ്പോൾ മഞ്ഞളും ഇളനീർ വെള്ളവും ചേർത്ത മിശ്രിതം വെട്ടിത്തെളിഞ്ഞ മുറിവിൽ തേച്ചു കൊടുക്കും. കാളിദാരിക യുദ്ധത്തിൻ്റെയും കർണകി സങ്കല്പത്തിൻ്റെയും കഥകൾ ഇഴചേർന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം. ദാരികനുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റും കലിയടങ്ങാതെയും നിൽക്കുന്ന കാളിയെ ആശ്വസിപ്പിക്കാനെന്ന സങ്കല്പത്തിലാണ് തെറിപ്പാട്ട് പാടുന്നത്. ഭരണിപ്പാട്ടിൽ തെറിപ്പാട്ടിനൊപ്പം ദേവീസ്തുതികളുമുണ്ട്. വല്ലച്ചിറയിൽ നിന്നുള്ള സംഘമാണ് ഭരണിപ്പാട്ടിന് തുടക്കമിടുക. പറഞ്ഞാൽ തീരാത്ത കഥകളും ചരിത്രവും എല്ലാം ഉറങ്ങുന്ന മണ്ണാണ് കൊടുങ്ങല്ലൂരിലേത്. ഇത്രത്തോളം ദേശങ്ങളെ ഉൾക്കൊള്ളുന്ന, വൈവിധ്യങ്ങൾ സൂക്ഷിക്കുന്ന, എന്നിട്ടും ദേവീ ഭക്തി എന്ന ഒരൊറ്റ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന മറ്റൊരാഘോഷവും വേറെയുണ്ടാകില്ല. ഭരണിക്ക് തുല്യം ഭരണി മാത്രം.